ഹിപ്പ് ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ബാക്ക്, അങ്ങനെ മൂന്നിടത്തും പെയിൻ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ മൂന്നിടത്തും വരിക പെയിൻ? അതിന് ശരിക്കും പറഞ്ഞാൽ എന്താണ് കാരണം എന്നുള്ളതാണ്. കൂടുതൽ പേർക്കും ഇങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. ചിലർക്ക് മാത്രമേ ഉള്ളൂ മുട്ടിനെ മാത്രം ബാധിക്കുന്നത്. മിക്കവാറും പേർക്ക് ഇപ്പം പല പേഷ്യൻസിനും നടുവിനുണ്ടാവും. കാരണം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമുക്ക് നടുവിനെയും ബാധിക്കും. കാരണം നടുവിൻ്റെ ഇടയിലുള്ള ഒരു ഡിസ്ക് ഉണ്ട്. അത് കാർട്ടിലേജ് ആണ്. അവിടെയും കാർട്ടിലേജ് ഉണ്ട്. അപ്പോൾ ഈ മുട്ടിൻ്റെ വെയിറ്റ് ബെയറിംഗ് ആയതുകൊണ്ട് നമുക്ക് മുട്ടിന് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതലാണ്. വെയിറ്റും നമ്മൾ ശരീരത്തിന് മൊത്തം വെയിറ്റ് ബെയർ ചെയ്യുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ആഘാതം കൂടെ എടുക്കുമ്പോഴേക്കും കാൽമുട്ടിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നതും പെയിൻ വരുന്നതും അതിനായിരിക്കും. അപ്പോൾ കൈയുടെ ജോയിൻറ്റ്സിനും വരാറുണ്ട്. പക്ഷെ അതത്രയും വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. കാരണം വെയിറ്റ് ബെയറിംഗ് വരുന്നില്ല. പക്ഷെ നടുവിന് വരുന്നതും വെയിറ്റ് ബെയറിംഗ് വരുന്നത് നടുവും നമ്മുടെ നട്ടെല്ല് നമ്മളുടെ വെയിറ്റ് എല്ലാം ഇതെടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നടുവിനും വേദന വരും. അപ്പം നടുവിനുണ്ടാകും. പലർക്കും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ഭാഗമായിട്ട് അതായത് നമ്മുടെ ടിപ്പിക്കൽ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിനാണ് യൂഷ്വലി നമ്മൾ ആന്റിബോഡീസും ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. ഇതല്ലാത്തവർക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവും. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ഫ്രോസൺ ഷോൾഡർ വരും. അത് തരുണാസ്ഥി എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയാൻ പറ്റില്ല. അത് കൂടുതൽ അവിടുത്തെ ലിഗമെന്റ്സുകൾക്കാണ്. ഇപ്പം നമ്മളൊരു MRI ഒക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ ലിഗമെന്റ് ടയർ ഉണ്ടാകും. അങ്ങനത്തെ ഇതുകളാണ് കാണിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ ബോഡിയുടെ ആ സ്ട്രക്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. ആരാണ്? നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസ് തന്നെയാണ്. അവർ നമ്മളുടെ സെല്ലും അബ്നോർമലും നോർമലും തിരിച്ചറിയാൻ പറ്റാതെ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം നമ്മളുടെ തെറ്റായ ഭക്ഷണക്രമം, അതുപോലെ നമ്മളുടെ ബോഡിയിൽ വരുന്ന ടോക്സിൻസ് ആണ്. ടോക്സിൻസ് എന്ന് പറയുമ്പോൾ ഈവൻ നമ്മളുടെ ഭക്ഷണത്തിലുള്ള ഫാറ്റ്, കൊഴുപ്പ് എക്സസ് ആയി നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കയറുകയാണല്ലോ ചെയ്യുന്നത്. കാരണം ഈ ഓവർ വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റ് രണ്ട് രീതിയിൽ ദോഷം ചെയ്യും. ഒന്ന് ഇപ്പം വെയിറ്റ് ബെയറിംഗ് ജോയിന്റുകൾക്കും ഇപ്പം നട്ടെല്ലിനാണേലും കാലിനാണേലും ഒക്കെ ആ ഭാരം അത്രയും 20 കിലോ അല്ലെ 10 കിലോ കൂടുതലിന് അത്രയും ഭാരം കൂടെ താങ്ങണ്ടേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡാമേജും കൂടെ വരും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.